എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള വിശപ്പും ലോകത്തിനു മുന്നിൽ വിഡ്ഢിയാകാൻ മടിക്കാത്ത ധൈര്യവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കീഴടക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. സ്റ്റീവ് ജോബ്സിന്റെ ഈ പോരാട്ട വീര്യം നിങ്ങളുടെ ജീവിതത്തിലും ഒരു ചെറിയ മാറ്റമെങ്കിലും വരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്റ്റീവ് ജോബ്സിന്റെ ജീവിതം വെറുമൊരു ജീവചരിത്രമല്ല, അത് പരാജയങ്ങളിൽ നിന്ന് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത ഒരു പോരാളിയുടെ ഇതിഹാസമാണ്. ലോകത്തെ മാറ്റിമറിച്ച ആ വലിയ മനുഷ്യന്റെ ജീവിതയാത്രയെക്കുറിച്ച് നിങ്ങൾ കേട്ടാൽ നിങ്ങളിലേക്ക് ഒരിത്തിരിയെങ്കിലും പോസിറ്റീവ് എനർജി ലഭിക്കുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഈ ലോകത്ത് 3 ആപ്പിളുകളാണ് ചരിത്രം മാറ്റിയെഴുതിയത് എന്ന് പറയാറുണ്ട്. 1 ആദമിനും ഹൗവയ്ക്കും ലഭിച്ചത്, 2 ഐസക് ന്യൂട്ടന്റെ തലയിൽ വീണത്. എന്നാൽ 3ാമത്തെ ആപ്പിൾ അതൊരു മനുഷ്യന്റെ സ്വപ്നമായിരുന്നു. കയ്യിലൊതുങ്ങുന്ന ഒരു ഫോണിലൂടെയും മനോഹരമായ ഒരു കമ്പ്യൂട്ടറിലൂടെയും നമ്മുടെ വിരൽത്തുമ്പിലേക്ക് ലോകത്തെ എത്തിച്ച ഒരു വിപ്ലവം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ടായ, സ്വന്തം കമ്പനിയിൽ നിന്ന് പോലും പുറത്താക്കപ്പെട്ട, പോക്കറ്റിൽ ഒന്നുമില്ലാതിരുന്ന ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള സാമ്രാജ്യം കെട്ടിപ്പടുത്തതെന്ന് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വെറുമൊരു ബിസിനസ്സുകാരനെ കുറിച്ചല്ല, കലയെയും സാങ്കേതിക വിദ്യയെയും പ്രണയിച്ച, ഭ്രാന്തമായ സ്വപ്നങ്ങൾ കണ്ട, ലോകത്തെ തിങ്ക് ഡിഫറൻ്റ് എന്ന് പഠിപ്പിച്ച ഐതിഹാസിക വ്യക്തിത്വം സ്റ്റീവ് ജോബ്സ്. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ്. വിയർപ്പിൻ്റെയും കണ്ണീരിൻ്റെയും ഒടുവിൽ സമാനതകളില്ലാത്ത വിജയത്തിൻ്റെയും കഥ. അത് വല്ലാത്തൊരു കഥയാണ്. 1955 ഫെബ്രുവരി 24 കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു. പക്ഷേ ജനിച്ച നിമിഷം തന്നെ അവൻ നിരാകരിക്കപ്പെട്ടു. സ്വന്തം മാതാപിതാക്കൾ അവനെ ദത്തു നൽകാൻ തീരുമാനിച്ചപ്പോൾ ജോബ്സും ക്ലാര ജോബ്സും അവനെ ഏറ്റെടുത്തു. ചെറുപ്പത്തിൽ തന്നെ സ്റ്റീവ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. അവന് ചുറ്റുമുള്ള ലോകത്തെ വെറുതെ നോക്കി നിൽക്കാൻ താല്പര്യമില്ലായിരുന്നു. മറിച്ച് കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാനായിരുന്നു അവന് കൗതുകം. അവൻ്റെ അച്ഛൻ ഒരു മെക്കാനിക് ആയിരുന്നു. കാറുകൾ നന്നാക്കുമ്പോഴും ചെറിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അച്ഛൻ അവനോട് പറയുമായിരുന്നു, സ്റ്റീവ്, ഒരു അലമാരയുടെ പുറംഭാഗം മാത്രമല്ല, ആരും കാണാത്ത അതിൻ്റെ പിൻഭാഗവും നീ മനോഹരമായി തന്നെ നിർമ്മിക്കണം. കാരണം ഒരു യഥാർത്ഥ ശില്പിക്ക് അവൻ്റെ സൃഷ്ടിയുടെ ഓരോ ഇഞ്ചും പൂർണ്ണമായിരിക്കണം. ഈ വാചകമാണ് പിന്നീട് നമ്മൾ കണ്ട ഐഫോണിൻ്റെയും മാക്ബുക്കിൻ്റെയും ഒക്കെ പൂർണ്ണതയ്ക്ക് പിന്നിലെ രഹസ്യം. ആരും കാണാത്ത സർക്യൂട്ട് ബോർഡുകൾ പോലും മനോഹരമായിരിക്കണമെന്ന് സ്റ്റീവ് വാശി പിടിച്ചത് അച്ഛൻ നൽകിയ ആ പാഠത്തിൽ നിന്നാണ്. സ്റ്റീവ് കോളേജിൽ ചേർന്നു. പക്ഷേ വെറും 6 മാസം കഴിഞ്ഞപ്പോൾ അവൻ ആ വലിയ തീരുമാനമെടുത്തു. പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. തൻ്റെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം തനിക്ക് താല്പര്യമില്ലാത്ത ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവാക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. കയ്യിൽ പണമില്ല, ഉറങ്ങാൻ മുറിയിലില്ല. സുഹൃത്തുക്കളുടെ മുറി തറയിലാണ് അവൻ ഉറങ്ങിയിരുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിനായി 5 മൈലുകൾ നടന്ന് കൃഷ്ണക്ഷേത്രത്തിൽ പോയി വരി നിൽക്കുമായിരുന്നു അവൻ. പക്ഷേ ആ കാലത്താണ് അവൻ ഒരു കാലിഗ്രഫി ക്ലാസ്സിൽ ചേരുന്നത്. അക്ഷരങ്ങൾ എങ്ങനെ മനോഹരമായി എഴുതാമെന്ന പഠനം. അന്ന് പലരും അവനെ പരിഹസിച്ചു കാണും. ഒരു ഡ്രോപ്പ് ഔട്ടായ നീ എന്തിനാണ് ഈ അക്ഷരങ്ങൾ വരയ്ക്കാൻ പഠിക്കുന്നതെന്ന്. എന്നാൽ 10 വർഷങ്ങൾക്ക് ശേഷം ആദ്യത്തെ മാക്കിൻടോഷ് കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ സ്റ്റീവ് അന്ന് പഠിച്ച ആ കാലിഗ്രഫി ഉപയോഗിച്ചു. ഇന്ന് നമ്മൾ കാണുന്ന കമ്പ്യൂട്ടറിലെ മനോഹരമായ ഫോണ്ടുകൾക്കും ടൈപ്പോഗ്രഫിക്കും കാരണം സ്റ്റീവ് അന്നെടുത്ത ആ ചെറിയ തീരുമാനമാണ്. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് പരസ്പരം ബന്ധിക്കപ്പെടും. കണക്റ്റിംഗ് ദ ഡോട്ട്സ്. 20ാം വയസ്സിൽ തൻ്റെ സുഹൃത്തായ സ്റ്റീവ് ഓസ്നിയാക്കിനൊപ്പം സ്റ്റീവ് ജോബ്സ് തൻ്റെ വീടിൻ്റെ ഗ്യാരേജിൽ ഒരു ചെറിയ സംരംഭം തുടങ്ങി. പേര് ആപ്പിൾ. അന്ന് അവർക്ക് വലിയ ഓഫീസുകളോ പണമോ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് ഒരേ ഒരു ലക്ഷ്യം മാത്രം. കമ്പ്യൂട്ടർ എന്നത് വലിയ ലാബുകളിൽ ഇരിക്കുന്ന ഒന്നല്ല, അത് ഓരോ സാധാരണക്കാരൻ്റെയും മേശപ്പുറത്തിരിക്കേണ്ട ഒന്നാണ്. പലരും ചിരിച്ചു. സാധാരണക്കാർക്ക് എന്തിനാണ് കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചു. പക്ഷേ സ്റ്റീവ് ജോബ്സ് കണ്ടത് മറ്റൊന്നായിരുന്നു. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കാം, പക്ഷേ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ആപ്പിൾ വളർന്നു. വർഷങ്ങൾ കൊണ്ട് വെറും 2 പേരിൽ നിന്ന് തുടങ്ങിയ ആ കമ്പനി 4000 ജീവനക്കാരും $2 ബില്യൺ ആസ്തിയുമുള്ള ഒരു വമ്പൻ സാമ്രാജ്യമായി മാറി.
സ്റ്റീവ് ജോബ്സ് ഒരു ആഗോള താരമായി മാറി. പക്ഷേ വിജയത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ വിധിയുടെ മറ്റൊരു വിധിയുടെ വിളിയാട്ടം അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങൾ മണ്ണും വിണ്ണും ഒരുക്കി കെട്ടിപ്പടുത്ത ഒരു വീട്. അതിൻ്റെ ഓരോ കല്ലും തൂണും നിങ്ങളുടെ വിയർപ്പാണ്. പക്ഷേ ഒരു ദിവസം ആ വീട്ടിൽ നിന്ന് നിങ്ങളെ ഇറക്കി വിടുകയാണ്. എത്രത്തോളം വേദനയുണ്ടാകും ആ നിമിഷം? സ്റ്റീവ് ജോബ്സിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. 1985 താൻ ഹൃദയം നൽകി വളർത്തിയ ആപ്പിളിൽ നിന്ന് സ്റ്റീവ് പുറത്താക്കപ്പെട്ടു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പതനത്തിലാണ് കലാശിച്ചത്. 1000 പാട്ടുകൾ നിങ്ങളുടെ പോക്കറ്റിൽ എന്ന വാചകത്തോടെ സംഗീത ലോകത്തെ അദ്ദേഹം മാറ്റിമറിച്ചു. 2007 അദ്ദേഹം ലോകത്തിനു മുന്നിൽ ഒരു ഉപകരണം ഉയർത്തിപ്പിടിച്ചു. അത് വെറും ഒരു ഫോൺ ആയിരുന്നില്ല. അതൊരു ഐപോഡും ഒരു ഫോണും ഒരു ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേറ്ററും ചേർന്ന അത്ഭുതമായിരുന്നു. അതെ, ഐഫോൺ. കീബോർഡുകളില്ലാത്ത വിരൽ തുമ്പുകൾ കൊണ്ട് നിയന്ത്രിക്കാവുന്ന ആ ഫോൺ കണ്ടപ്പോൾ ലോകം അന്തം വിട്ടുനിന്നു. സ്റ്റീവ് ജോബ്സ് വീണ്ടും തെളിയിച്ചു, ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അവർക്കറിയില്ല, അത് കാണിച്ചു കൊടുക്കുകയാണ് ഒരു ലീഡറുടെ ജോലിയെന്ന്. സ്റ്റീവ് ജോബ്സിനൊപ്പം ജോലി ചെയ്യുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. അദ്ദേഹം ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നു. ഒരു ചെറിയ സ്ക്രൂവിൻ്റെ സ്ഥാനം തെറ്റിയാൽ പോലും അദ്ദേഹം പ്രകോപിതനാകുമായിരുന്നു. തൻ്റെ ഉൽപ്പന്നങ്ങൾ വെറും മെഷീനുകളല്ല, അവ കലാരൂപങ്ങളാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഒരിക്കൽ ഐപോഡിൻ്റെ ആദ്യ പ്രോട്ടോടൈപ്പ് എഞ്ചിനീയർമാർ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. ഇതിലും ചെറുതാക്കാൻ കഴിയില്ലെന്ന് അവർ തറപ്പിച്ചു പറഞ്ഞു. സ്റ്റീവ് ആ ഉപകരണം ഒരു മീൻ തൊട്ടിയിലേക്ക് എറിഞ്ഞു. അതിൽ നിന്ന് വായുകുമിളകൾ വരുന്നത് ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞു, നോക്കൂ, അതിനുള്ളിൽ ഇനിയും സ്ഥലമുണ്ട്, പോയി അത് കുറച്ചുകൂടി ചെറുതാക്കി കൊണ്ടുവരൂ. ഇതായിരുന്നു സ്റ്റീവ്. അസാധ്യമായതിനെ സാധ്യമാക്കാൻ അദ്ദേഹം തൻ്റെ ടീമിനെ പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ വാശിയാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ആപ്പിൾ ഉൽപ്പന്നത്തിലും കാണുന്ന ആ ആഡംബരവും മികവും. ജീവിതത്തിൻ്റെ നെറുകയിൽ നിൽക്കുമ്പോഴാണ് വിധി സ്റ്റീവിനെ മറ്റൊരു പരീക്ഷണത്തിന് വിധേയമാക്കിയത്. 2003 അദ്ദേഹത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചു. ലോകം മുഴുവൻ കീഴടക്കിയ ആ മനുഷ്യന് തൻ്റെ സ്വന്തം ശരീരത്തോട് പോരാടേണ്ടി വന്നു. സ്റ്റീവ് ഒരിക്കൽ പറഞ്ഞു, ദിവസവും കണ്ണാടിയിൽ നോക്കി ഞാൻ എന്നോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഇന്നെൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസമാണെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണോ ഇന്നും ചെയ്യുക? മരണത്തെക്കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തിന് ഭയമല്ല, മറിച്ച് വലിയ ഊർജമാണ് നൽകിയത്. നമ്മുടെ സമയം പരിമിതമാണെന്നും അത് മറ്റൊരാളുടെ ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതല്ലെന്നും അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിച്ചു. അസുഖബാധിതനായിരിക്കുമ്പോഴും അദ്ദേഹം വിശ്രമിച്ചില്ല. ഐഫോണും ഐപാഡും ലോകത്തിന് നൽകിയത് ആ പോരാട്ട വീര്യത്തിന്റെ ഫലമായാണ്. തൻ്റെ ഓരോ ശ്വാസവും മാറ്റിവെച്ചത് വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഒക്ടോബർ 5 ലോകം മുഴുവൻ ആ വാർത്ത കേട്ടു നടങ്ങി. സ്റ്റീവ് ജോബ്സ് വിടവാങ്ങിയിരിക്കുന്നു. പക്ഷെ അദ്ദേഹം മരിച്ചോ? ഒരിക്കലുമില്ല. നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന ഓരോ സ്മാർട്ട് ഫോണിലും, നിങ്ങൾ കാണുന്ന ഓരോ ആനിമേഷൻ സിനിമയിലും, സാങ്കേതിക വിദ്യയിലെ ഓരോ മിഴിവാർന്ന ഡിസൈനിലും സ്റ്റീവ് ജോബ്സ് എന്ന മനുഷ്യൻ ജീവിക്കുന്നു. അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു ശില്പിയായിരുന്നു. ലോകത്തെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു വഴികാട്ടിയായിരുന്നു. സ്റ്റീവ് ജോബ്സിന്റെ ജീവിതം നമ്മോട് പറയുന്നത് ഇതാണ്: നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നതല്ല കാര്യം, നിങ്ങൾ എങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. പരാജയങ്ങൾ നിങ്ങളുടെ അവസാനമല്ല, അവ പുതിയ തുടക്കങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ഭ്രാന്തൻ സ്വപ്നത്തെ മുറുകെ പിടിക്കുക. കാരണം ലോകത്തെ മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആ ഭ്രാന്തന്മാർ മാത്രമാണ് സത്യത്തിൽ ലോകത്തെ മാറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏത് കാര്യമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചത്? അത് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ പോസിറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി.